ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻസ്റ്റേഴ്സ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ. എൻ്റെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ഇത്രയും ഞാൻ കഷ്ടപ്പെടും, ഇത്രയും ഞാൻ വിഷമിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായില്ല കേട്ടോ. ഞാൻ ഹാളിലാണ് കിടന്നത്, റൂമിലാണ് കിടക്കാറ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹാളിൽ കിടക്കണം. ഹാളിൽ കിടക്കുമ്പോൾ തന്നെ തട്ടുമുട്ടൊക്കെ കേട്ട് വേഗം എണീക്കും. അമ്മയ്ക്കും അച്ഛനൊന്നും ജോലിയുണ്ട്, അപ്പോൾ അവർ ജോലിക്ക് പോയിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ലോണം വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന പോലെ തന്നെ ആസ് യൂഷ്വൽ ഫസ്റ്റ് തന്നെ എണീക്കുമ്പോൾ തന്നെ തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഭയങ്കര ക്ലിയർ ആയിട്ട് എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതന്നെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളവിടെ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ. 8:30 ആകുമ്പോഴത്തേനും നമ്മുടെ വീട് കാലിയാവും. ഇപ്പോൾ നാത്തൂനുള്ളതുകൊണ്ട് പിന്നൊരു അനക്കുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പണ്ടത്തെ ഒരു വൈബാണ്, കല്യാണം കഴിയണേക്കാൾ മുമ്പത്തെ. ആരുമില്ലാതെ നിശബ്ദമായിട്ടിരിക്കും. ഇപ്പോൾ വീട്ടിലത്തെ 4ാമത്തെ ദിവസമാണ്. നമ്മുടെ വീട്ടിൽ ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ നമ്മൾ പണിക്കാട്ടിലായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് കുള്ളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയമാണ്. പണിയെല്ലാം കഴിഞ്ഞ് പാറുമോൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ട ഒരു സമയം. ഇവിടെ ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. 7:30 സമയം. അമ്മക്ക് ജോലിക്ക് പോയിട്ടോ. സമയം 7:30. എനിക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് അതാണ്. കാരണം എനിക്ക് ആ ഒരു രാവിലെ വെളുപ്പിന് എണീറ്റ് ആ ഒരു ട്രാക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഉറക്കം ഭയങ്കര പ്രശ്നമാണ്. രാത്രി ഉറങ്ങുന്നത് ഒരു നേരത്തായതുകൊണ്ട് ആ ഒരു സംഭവം ഭയങ്കര പ്രശ്നമായി ആണ്. എങ്കിലും എനിക്ക് ആ ഒരു ട്രാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഭയങ്കര മടി എനിക്ക്. അതല്ല മക്കൾ അങ്ങനെ ഇരിക്കും തോന്നുന്നു, ഭയങ്കര മടിയാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള 2 ദിവസം ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ഓക്കെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, എന്തിനാണ് ഈ ഡ്രാമ? കുഞ്ഞിനെ വിട്ടിട്ട് നിങ്ങൾ സൂറത്തേക്കും ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇത്രയും വലിയ ഡ്രാമയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കമൻസ് ഇട്ടിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരു അമ്മയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരമ്മയ്ക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. അതിപ്പോൾ ഞാനിപ്പോൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാവില്ല. കാരണം ഞാൻ അമ്മയൊക്കെ ഉണ്ടാണ് എനിക്ക് അമ്മയുടെ ഫീലിങ്സ് മനസ്സിലായത്. അതുവരെ എനിക്കറിയില്ല ഒരു അമ്മയുടെ ഫീലിങ്സ് എന്താണ്. പിന്നെ ഈ സൂറത്തേക്ക് ഞാൻ പോയത് 2 ദിവസത്തിനാണ്. 2 ദിവസത്തിനാണ് സൂറത്തിൽ പോയത്. ഷൂട്ടിന് ഒരൊറ്റ രാത്രി കൂടുതൽ ഷൂട്ടിൽ ഞാൻ പാറുവിനെ വിട്ടിട്ട് മാറി നിന്നിട്ടില്ല. ഇത് നമുക്ക് 8 ദിവസം മാറി നിൽക്കണം. പ്ലസ് പാറുവിൻ്റെ സെം എക്സാമാണ്. അതായത് നമ്മുടെ കൊല്ലപ്പരീക്ഷ പോലെ തന്നെ CBSEക്കാർക്ക് സെം ആണല്ലോ. നമ്മളിപ്പോൾ ഡിഗ്രിക്കാർക്കൊക്കെ സെം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെയാണ് പാറുമോൾക്ക് സെം എക്സാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സെം എക്സാമാണ്. ആദ്യത്തെ സെം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മെയിൻ ടെൻഷൻ. കാരണം എനിക്കറിയുന്ന പോലെ, അവളെ പഠിപ്പിക്കാൻ അറിയുന്ന പോലെ, അവളുടെ നാക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും അത് അറിയില്ല. 2, നമ്മുടെ കീത്തൂന് അല്ലുണ്ട് അയിനുണ്ട്. അവർ 2 പേരുടെ ഇടയിൽ വേണം അവൾക്ക് പഠിപ്പിക്കാനിരുത്താൻ. അമ്മയ്ക്കാണെങ്കിലും സർജറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കുട്ടികളുണ്ട് അവിടെ. ഭയങ്കര ഇച്ചിരി എന്തായാലും ഒരു ബുദ്ധിമുട്ടായിരിക്കും അവളെ നോക്കാൻ. പിന്നെ ഒരു വലിയ കാര്യം, മലയ്ക്ക് പോവാണ്. മലയ്ക്ക് പോകുമ്പോൾ അതിൻ്റേതായ കുറേ രീതികളില്ലേ, ആ രീതികൾ അനുഷ്ഠിക്കണ്ടേ. ഞാനിപ്പോൾ സൂറത്തിൽ പോയപ്പോൾ അവൾ ക്ലാസ്സിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, മീൻസ് അവളെപ്പോൾ എണീറ്റാലും കുഴപ്പമില്ല, അവളെ രാവിലെ തന്നെ കുളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതങ്ങനെയല്ലല്ലോ. എല്ലാം കൊണ്ടും ഭയങ്കര റഷായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. അല്ലെങ്കിൽ എനിക്ക് വിഷമില്ല. പിന്നെ പാറുമോക്ക് 6 വയസ്സാവാണ്. ഞാൻ അന്ന് അവളൊറ്റയ്ക്കാക്കി പോയിരുന്ന അവളുടെ മൈൻഡ് സെറ്റ് അല്ല അവൾക്കിപ്പോൾ ഭയങ്കര ഇമോഷൻസൊക്കെയാണ്. അതായത് വിഷമങ്ങൾ കുറേയുണ്ട്. അതായത് കുട്ടി വളരുന്നു എന്ന് എനിക്ക് മനസ്സിലാവണത് അപ്പോഴാണ്. അമ്മയില്ല, കരച്ചിൽ, സെൻറ്റിമെൻ്റലി ഭയങ്കര ഭയങ്കര സെൻസിറ്റീവാണ് ചില കാര്യങ്ങൾ. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ, അതൊരു വിഷമമാണ്. ഇപ്പം ഞാൻ ഓക്കെയാണ്. കാരണം അവളിപ്പോൾ ഭയങ്കര ഓക്കെ ആയി. അവിടെ സെറ്റാണ് അവൾ. അപ്പോൾ ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും എന്താ പറയുക, ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ചെറിയൊരു വിഷമം കണ്ട് പിന്നെ ഞാൻ ഓക്കെയാണ്. അത് ഇത്ര നെഗറ്റീവ് കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ പേര് വ്രതം, ഇത് നിങ്ങൾ എന്ത് വിശ്വാസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. ആരുടെ വിശ്വാസത്തിനെയും ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അത് ഓരോ മതവിശ്വാസങ്ങൾ ഓരോരുത്തർ കൊണ്ടുപോകുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതേപോലെ കൊണ്ടുപോട്ടെ. ഞാനും അതേപോലെ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ.
ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് പാറുൻ്റെ ഇന്ന് ഹിന്ദി സെം എക്സാം ഹിന്ദിയാണ്. അപ്പം ഞാൻ ആളൊന്ന് വീഡിയോ കോൾ വിളിക്കണം. ഫുൾ ടൈം വീഡിയോ കോൾ തന്നെയാണ്. ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. ചില സമയത്ത് അവൾക്ക് എന്നോട് സംസാരിക്കാനുള്ള താല്പര്യമേ ഉണ്ടാകാറില്ല. പിന്നെ കുറേ പേര് ചോദിച്ചു, ചേച്ചി അവളെ പഠിപ്പിക്കാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചില്ലേ. അവളെ പഠിപ്പിക്കാൻ ഞാൻ ട്യൂഷന് വിടുന്നുണ്ട് ഇപ്പോൾ. അതായത് കുഞ്ഞ് പോണോടത്തേക്ക് തന്നെ ഒരു ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകാൻ ഭയങ്കര വാശി അവൾക്ക്. പക്ഷേ ഞാൻ വിടാറില്ല. 1ാം ക്ലാസ്സിൽ എന്തിനാണ് ട്യൂഷന് പോകണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കിട്ടിയൊരു ഐഡിയ ആണ് അവളെ ട്യൂഷന് പറഞ്ഞയക്കാം. ആ ചേച്ചി അടിപൊളിയായിട്ട് അവളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പാറുനാണെങ്കിൽ ഒട്ടും മടിയില്ല അവിടെ പോകാൻ. അങ്ങനെ ഏറ്റവും സന്തോഷം, ഭയങ്കര ഇഷ്ടം ട്യൂഷന് പോകാൻ. അപ്പോൾ പിന്നെ നമുക്ക് ഓക്കെ. അപ്പോൾ ആൾ ട്യൂഷന് പോകുന്നുണ്ട്. എന്നാൽ പെയിൻറ്റിട്ടുണ്ടാകും, രാവിലെ തന്നെ എണീക്കും. അപ്പോൾ ഞാനൊന്ന് വീഡിയോ കോൾ വിളിക്കട്ടെ. വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കണം രാവിലെ തന്നെ. ഓക്കെ, ലൈപ്പൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോ. എന്തോ അമ്മയുടെ പൊന്നെ എന്തിട്ടുണ്ട കയ്യില്? അയ്യോ, അച്ഛനോട് പറ വേഗം കുളിപ്പിച്ചു തരാൻ. വേഗം കുളിച്ചിട്ടുണ്ടല്ല അയ്യോ. വേഗം കുളിച്ചിട്ട് ഉച്ചയ്ക്ക് വേഗം കിടന്നുറങ്ങണം. ഓക്കെ, അവൻ്റെ മോതാണില്ല. ഓക്കെ, വേഗം കുളിച്ചിട്ട് വേഗം കിടന്നുറങ്ങണം ഉച്ചയ്ക്ക്. ചേച്ചി അമ്മയ്ക്ക് കൊടുത്ത ഫോൺ എന്താ പൊന്നെ ഫോൺ പിടിക്കുന്നേ? അതെ, ഗുഡ് ഗേൾ. ദാ പൊന്നെ പൊന്നെ പാറു പഠിച്ചു കഴിഞ്ഞ ഓൾ ദി ബെസ്റ്റ്. ദാ ക്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ നീ? ബൈ പാറു. അമ്മ പൊന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. വേദനക്കണം നമുക്ക്. കാശിക്കുട്ടനെ ഇപ്പോഴത്തെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഒന്ന് കിടന്നു. കാശിക്കുട്ടൻ ഭയങ്കര ഉമ്മ വയ്ക്കിപ്പോൾ. അവനിങ്ങനെ ഇങ്ങനെ ഉമ്മ വെച്ച് കുറേ സ്നേഹം പ്രകടിപ്പിക്കും. ഭയങ്കര ഇഷ്ടമാണ് അവന്. ഓക്കെ ഓക്കെ എണീറ്റുള്ളൂ കേട്ടോ. ഓക്കെ ഒച്ചു ഒച്ചു ഒച്ചു. കാശിക്കുട്ടാ ചേച്ചിയമ്മ എവിടെ പോയി? സ്കൂളിൽ പോയി. മൂക്ക്. ഓക്കെ, അമ്മയുടെ കുഞ്ഞേതിന്, അമ്മയുടെ സുന്ദരനേതിന് പറയാ. അമ്മയുടെ സുന്ദരനേതിന്, അമ്മയുടെ സുന്ദരനേതിന്, അമ്മയുടെ സുന്ദരനെ അമ്മയാ. ഏതിന്? അല്ലുവാ. അമ്മയുടെ സുന്ദരന് അല്ലുവാ. അമ്മയുടെ മോനേതിന്? അമ്മയുടെ മോനേതാ പറ. അമ്മയുടെ മോനേതാ? അമ്മേ കാച്ചി. ആടാ പറ. അമ്മയുടെ പൊന്നേതിന്? ഓക്കെ, അമ്മയുടെ സ്വത്ത് ഏതിന്? അമ്മയുടെ സ്വത്ത് ഏതിന്? ഒച്ചു ഒച്ചു ഒച്ചു. ഇതമ്മേ. അയ്യോ, ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തില. കാച്ച, ഐ ലവ് യു. ഓക്കെ. മൂക്ക എന്ത് പറ്റി? മൂക്കടഞ്ഞ മോൻ്റെ. പക്ഷെ ഇവനുണ്ടല്ലോ ഒരു കുഞ്ഞു കുറുമ്പനാണ് കേട്ടോ ഗൈസ്.
ഇവനിങ്ങനെ എല്ലാത്തുമ്പിലും പിടിച്ച് കീറി, എല്ലാത്തുമ്പിലും ചാടി, അങ്ങനെ എപ്പോഴും ഇവൻ്റെ മേത്തൊരു കണ്ണ് വേണം. പക്ഷെ ഇവനൊട്ടും വാശിയില്ല. ഇവൻ എന്തുണ്ടെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡൈവേർട്ട് ചെയ്യാൻ പറ്റും, കരച്ചിൽ വേഗം നിർത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ ഫുഡ് കൊടുക്കാനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇത് ഡേഞ്ചറാണ് ആള്. അതായത് ഈ സാഹസികമായി എല്ലാത്തിലും കയറി അറ്റംപ്റ്റ് ചെയ്യും. കാശി അല്ലുവിടെ, അല്ലുവിടെ, അയിനെവിടെ, അല്ലുവിനെവിടെ? ഓക്കെ, നമുക്ക് ഇനിക്കാം. ആറുമോളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. മാമേനെ കേട്ടിരുന്ന് കുറേ നേരം ഇരുന്ന് പഠിക്കായിരുന്നു. കുറേ നേരം ഞാൻ നോക്കിയിരുന്നിട്ട് പാറു എന്നോട് പറയാം, വെച്ചോ വെച്ചോ, എന്ത് പറ്റി? വെച്ചോ വെച്ചോ. എനിക്ക് പഠിച്ചു കഴിഞ്ഞാടാ ക്യാമറ കഴിഞ്ഞ എഴുത്തോ? കഴിഞ്ഞു. അത് മറ്റേത് സിമ്പിളാടി, അക്ഷരമാല, പാഞ്ചും കാക്കതങ്ങളൊക്കെ. പിന്നെ വായിക്കുന്ന സിമ്പിളാടി, വായിച്ചു പോണുള്ളൂ. പാറു ഇനി മാച്ച് ദ ഫോളോയിങ് തൊട്ട് കാണിച്ചെന്താണ്? എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ ഒരുപാട് നേരം നമ്മുടെ പാറുക്കുട്ടിയായിട്ട് സംസാരിച്ചിരിക്കും. എപ്പോഴും വിളിക്കുമ്പോഴും കീത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും മിക്കവാറും ഞാൻ വിളിക്കുന്നുണ്ടാവുക. പിന്നെ നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ പാറിന് ഒരുപാട് സമയമുണ്ടാവും. അപ്പോൾ ഞാൻ പറയാറില്ല, അച്ഛൻ നമ്മളെ പാറുട്ടനെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമാളികപ്പുറം ആവേണ്ടതാണ്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി പാറു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ആ ഒരു ട്രാക്കിലേക്ക് പാറു വീണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് വിളിച്ചാൽ മൈൻഡേ ചെയ്യാറില്ല. അവൾക്ക് എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവളോട് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്കും ഓക്കെയാണ് കേട്ടോ. ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പോൾ ദേ ചാന്തു എണീറ്റിട്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാന്തുൻ്റെ അടുത്ത് വെൽ സെറ്റാണ്. സഞ്ജുവിൻ്റെ അടുത്ത് അങ്ങനെയില്ല. എനിക്കിങ്ങനെ ഉമ്മൊക്കെ തരുന്നുണ്ടല്ലേ, അതേപോലെയൊക്കെ തന്നെ അവൾക്കും ഇങ്ങനെ ഉമ്മ കൊടുത്തോണ്ടിരിക്കും. ഇപ്പോൾ ദേ അവനെ ബ്രഷൊക്കെ ചെയ്യിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ദേ മത്തങ്ങ കഴിച്ചോ? കാശുക്കുട്ടൻ്റെ ഫേവറേറ്റ് മത്തങ്ങ, കുമ്പളങ്ങ, വെജിറ്റബിൾസ്. ഗഷ്. അപ്പോൾ അമ്മ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡലി ആൻഡ് സാമ്പാർ. ഇന്ന് കാപ്പി ഉണ്ടാക്കിയാൽ മതി. ഇഡലി സാമ്പാർ ആണ് കേട്ടോ. ഉച്ചയ്ക്കും സാമ്പാർ. പിന്നെ അതാ ഇപ്പം സമയം ഒരു 10 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ ഒരു സമയമൊക്കെ ആവും ചായ ഒക്കെ കുടിക്കണമെങ്കിൽ. കാശ് സഞ്ജു ആണെങ്കിൽ ഏറ്റിട്ടില്ല. അവനെനിക്ക് പിന്നെ ഒരു നേരവും. കാശ് എന്താ? കാശ് കൂട്ടനൊന്നും വലിയ രീതിയിൽ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കാപ്പിയാണ് കുടിക്കാൻ പോണത്. ചാന്ദിനി കാപ്പി മാത്രം കുടിക്കുള്ളൂ. സോ എനിക്ക് ഇഷ്ടമാണ് കാപ്പി. അപ്പം ഞങ്ങൾ 3 പേര് കാപ്പി കുടിക്കാൻ വിചാരിച്ചു. ഓക്കെ, ഓഫ് ചെയ്യട്ടാ. ഞാൻ ചായ കുടിക്കുന്ന നേരം കൊണ്ട് കാശിക്കുട്ടൻ ഈ കുറേ കുഞ്ഞുകട്ടകൾ കൊണ്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു. കാശിമോൻ്റെ ഒരു ക്യാരക്ടർ അറിയാമല്ലോ, അവൻ ഭയങ്കര എന്താ പറയുക എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ട്രൈ ചെയ്യും, എവിടെ നിന്ന് വേണമെങ്കിലും ചാടും. പേടി എന്ന് പറഞ്ഞൊരു സാധനം കാശിമോൻ ഇല്ല. അവൻ അവിടെ നിന്ന് കളിക്കുകയാണ്. എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് കാശിയുടെ മേത്ത് വേണം. അങ്ങനെയാണ്. എല്ലാത്തുമ്മലും ചാടും. പിന്നെ എന്തെങ്കിലും ലോഷൻസ് ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോഷനൊക്കെ എടുത്ത് പുരട്ട്, ചുണ്ടത്താണ് പുരട്ടാറ്. ലിപ്സ്റ്റിക് ഉണ്ടല്ലോ നമ്മുടെ, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്ന പോലെ എല്ലാ ലിപ്സ്റ്റിക് ഇടും. അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറുള്ളൊരു സാധനമാണ് ആ സാധനം. അപ്പോൾ നമ്മൾ എന്താ പറയുക, കാശിക്കൂട്ടിന് പാട്ട് വെച്ച് കൊടുക്കുക ചെയ്യാട്ടോ, അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. TV ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ എഡിറ്റിംഗ് സമയമാണ്. ഇവിടെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുക. അതായത് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വീട്ടിലാണെങ്കിൽ നമുക്ക് 3 പേരുടെ കാര്യങ്ങളും അവർ ഫ്രീ ആവണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കാൻ പോവുകയാണെങ്കിൽ 11 o'clock നോർമലി നമ്മൾ ഷോർട്സ് പോകാറുള്ളത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം കുളി തെളി കാര്യങ്ങളൊക്കെ ചെയ്യാൻ.
എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആ സമയത്തൊക്കെ കാശിമോനെ കൂടുതലും ഹാൻഡിൽ ചെയ്യുക സഞ്ജുവും ചാന്തും തന്നെയായിരിക്കും. ഇപ്പം എന്താ പറയുക, ഇവരെടുത്ത് ഇതിനിപ്പോൾ ഭയങ്കര ഓക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ വലിയ സമയം പോക്കൊന്നുമില്ല. മീൻസ് ഭയങ്കര ലാഗിങ്ങാണ്, ഒന്നും ചെയ്യാനില്ല. പാറുള്ളപ്പോൾ അങ്ങനെയല്ല, പാറുൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ. ഇവനുള്ളപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ സഞ്ചരിക്കും. എന്താ പറയുക, അവനെ കുളിപ്പിക്കുക, പിന്നെ എവിടേക്കും വാശി പിടിക്കണമെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെയാണ്. ഇപ്പോൾ കാശിമോൻ്റെ കളി തന്നെ കണ്ട് അതുങ്ങൾക്ക് അറിയാം. ഇവനാണ് ഒരാളെ ഇവൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ചാടി മറിഞ്ഞ് കുത്തി ഇളക്കി പരിപ്പളക്കും. നമ്മുടെ പാറുമോളൊക്കെ അങ്ങനെ കേട്ടോ. പക്ഷെ അല്ലൂസ് അങ്ങനെയല്ല, അവരിങ്ങനത്തെ സാഹസികമായ കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല. ഇത് കാശി ഇപ്പോൾ കൊട്ടിയ പോലെ ഒരു ഒറ്റ കൊട്ടിയ അല്ലും ഭയങ്കര കരയും. പക്ഷെ കാശിക്ക് അത് ഭയങ്കര ത്രില്ലാണ്. അവനിങ്ങനെ നമ്മളെ പരിപ്പളക്കിക്കൊണ്ടിരിക്കും. കാശിമോൻ അത്യാവശ്യം ശക്തിയുള്ളൊരു കുട്ടിയാണ്. അവൻ നല്ലോണം യൂസ് ചെയ്യും. കളിക്കണം കേട്ടോ. ഇത് നല്ല മാമന്മാരൊക്കെ പിന്നെ ഇങ്ങനെയാണല്ലോ. സഞ്ജു ആണെങ്കിൽ കാശിക്കുട്ടൻ്റെ പുകയെടുത്തിട്ടുണ്ട്. പറന്നു വന്നടിക്കുന്നു. വേണ്ട 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 ഓക്കെ, ഈ ഒരു സമയമായപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. കാശിക്കുട്ടനെ നമ്മുടെ ഈ ഒരു ടി വി ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാശിക്കുട്ടൻ ഇരുന്ന് കളിച്ചോളും. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ കാശിയുടെ സാധനങ്ങളൊക്കെ കിറ്റുണ്ട്, ആ കിറ്റ് എടുത്തിട്ട് അവന് ഇഷ്ടമുള്ള ടോയ് വെച്ച് കളിക്കുകയാണ് ചെയ്യാം. ഇവനെ ടി വി കണ്ടിരിക്കുകയാണെങ്കിൽ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാശ് എല്ലാ കാര്യങ്ങളും ചെയ്തോളും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ഇവനെന്താണ്, ഈ വെള്ളത്തിൽ ഇറങ്ങി പോകുന്നൊരു സ്വഭാവമുണ്ട്. നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയവൻ നടക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിച്ചു തെറ്റും കാശുകൂട്ടനുസരിക്കാൻ ടൈപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു കൊട്ട് കിട്ടി. പക്ഷേ ആ ഒരു കൊട്ട് ഇത്തിരി സ്ട്രോങ് ആയി. ആ കൊട്ട് ഞാൻ ഇത്തിരി സ്ട്രോങ്ങിൽ ഒരെണ്ണം കൊടുത്തത്. കാരണം എപ്പോഴും ഞാൻ തല്ലും, ഞാൻ അടിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാറേ ഉള്ളൂ, ഞാൻ ഒട്ടും കൊട്ടാറില്ല. ഒരൊറ്റ കൊട്ട് ഞാൻ കൊട്ടിയപ്പോൾ കാശിക്കുട്ടൻ അത് ഭയങ്കര വിഷമമായി. അതാണെങ്കിൽ ഇച്ചിരി വേദന എടുക്കുകയും ചെയ്തു. അപ്പോൾ അവനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സഞ്ജു അങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ നടത്തുകയാണ്. അപ്പോൾ സഞ്ജു ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അവൻ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അവൻ ജോബിന് പോവും. അപ്പോൾ അവനാണെങ്കിൽ ജോലിക്ക് ഇറങ്ങി, ഞാനും നമ്മുടെ ചാന്തു മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. ചിക്കുട്ടാ, അമ്മ എവിടെ അമ്മ എവിടെ തല്ലിയമ്മ മോനെ? അമ്മ എവിടെ തല്ലി? വെള്ളത്തിൽ കളിച്ചപ്പോ തല്ലില്ലേ? അപ്പിച്ചി വെള്ളല്ലേ ഇത്? എന്തിനാ അമ്പ തന്നത്? അമ്മ എന്തിനാ അമ്പ തന്നത്? ആ അപ്പിച്ചി വെള്ളല്ലേ? നീ ഇതിനെ ശരി പോണോ ഇതിന്റെ? പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് പിന്നെ കുറച്ച് ഫുഡൊക്കെ കൊടുത്തതിന്, പാലൊക്കെ കൊടുത്തതിന് ശേഷം മാമയും ആൻറ്റി മോനിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചാന്തുമാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നിന്നിരുന്നത് കേട്ടോ. എനിക്ക് അവൾ എടുത്തു തന്നു, അതായത് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അവൾ എടുത്തു തന്നു. കാശിക്കുട്ടിന് ഫോൺ വെച്ചും കൊടുക്കുകയും ചെയ്തു. അതിന് മുമ്പത്തെ ഒരു കാര്യം, നമുക്ക് വാഷിംഗ് മെഷീനിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കാനിടേണ്ട കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം അത് അലക്കിയിട്ട് നമുക്ക് പുറത്ത് ഈ ഒരു സ്പേസ് മാത്രമേ തുണി വിരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഫുള്ള് തുണി ഇരിക്കുകയാണ്. ഇത് ചിലപ്പോൾ വൈകുന്നേരം നമ്മളത് വിരിച്ചിടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കാശിക്കുട്ടൻ അവിടെ നിലത്തിരുന്ന് കളിക്കുകയായിരുന്നു. നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയാണ് നമ്മുടെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും മറക്കാത്തൊരു അനുഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഹോസ്പിറ്റലിലേക്ക് അവനെയും കൊണ്ട് ഓടിക്കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വയറ് ക്ലീൻ ചെയ്യുന്നൊരു സംഭവം. ഈ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഇവിടെ എത്തി ക്ലീൻ ചെയ്ത് ഇവന് ഒരു കുഴപ്പവും ഇല്ല, അവൻ ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് എൻ്റെ ശ്വാസം തിരിച്ച് വീണത്. അതുവരെ എൻ്റെ ഫോണൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ടായേ ഇല്ല. അതായത് ടെൻഷൻ അടിച്ച് ആകെ മനുഷ്യൻ അവശതയായിപ്പോയി.
കാശിക്കുട്ടൻ ഒരു സാധനം കഴിക്കുക ചെയ്തത്. അതായത് അച്ഛൻ്റെ നമ്മൾ ടി വി ഇരിക്കുന്ന തൊട്ടടിയിൽ ഒരു ഷെൽഫുണ്ട്. ഇവൻ ഈ ഷെൽഫ് തുറന്നിട്ട് അച്ഛൻ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു ഹാർഡ്നർ പോലത്തെ ഒരു സാധനമുണ്ട്, ചെറിയ ട്യൂബാണ്. ആ ട്യൂബ് അവൻ എടുത്തിട്ട് അവനത് തിന്നു. അവൻ്റെ വായ നിറച്ചായിരുന്നു. നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നമ്മൾ AR കൊണ്ടുവന്നിട്ട് അവൻ്റെ വയറ് കഴുകിയപ്പോൾ ഇച്ചിരി അത് വയറ്റിൽ നിന്ന് കിട്ടി. അത് വയറ്റിൽ കുറേ നല്ല, പക്ഷേ നമ്മുടെ ഡൗട്ട് പോലെ നമുക്ക് ഈ സാധനം കിട്ടി. ഇതാണെങ്കിൽ ഇത് വായേ പോയാൽ പോകുന്ന സ്ഥലമൊക്കെ വെന്ത് പോകുന്നൊരു ടൈപ്പ് സാധനമാണ്. നമ്മുടെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് തിന്നാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ പെട്രോള് അതുപോലെ തന്നെ ടിന്നറൊക്കെ ഇല്ലേ, അതിൻ്റെ 10 ഇരട്ടി ശ്വാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് ട്യൂബ് ഒരു കൈയകലത്തിൽ വെക്കാൻ പറ്റുള്ളൂ, അത്രയും മണമാണ് അതിന്, അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇവരിത് എങ്ങനെ ചുണ്ടത്ത് തേച്ചു, എപ്പോഴും ലിപ്സ്റ്റിക് ഒക്കെ തേക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവനെടുത്ത് ചുണ്ടുമ്മ തേച്ചു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എവിടെ വായിലെന്തിട്ട് നീ വായിലെന്തിട്ടത്? ഇതിട്ട നീ ഇതിലിട്ടത് നീ ഇത് തന്നെ. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഡോക്ടർ എന്ത് ചെയ്ത്? ഡോക്ടർ എന്താ ചെയ്തേ? മൂക്കിലെന്ത് ചെയ്തു? കാശിക്കുട്ടൻ്റെ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ടാണ് ഇവർ വാഷ് ചെയ്തത്. എൻ്റെ മോൻ നല്ലോണം കരഞ്ഞു, പക്ഷെ കുറേ അഡ്ജസ്റ്റ് ചെയ്തവൻ നിന്നട്ടോ. വയറ് കഴുകിയതുകൊണ്ട് നമുക്കൊരു ഗ്യാസിൻ്റെ ഗുളിക തന്നിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ തന്നെ സഞ്ജുവിനെ വിളിച്ച് സഞ്ജുവിനെ കൊണ്ട് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് നമ്മൾ കൊടുങ്ങല്ലൂർക്ക് വരാണ് ചെയ്തത്. എന്താ സംഭവിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ പറയുക, അവിടെ എത്തി വയറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച്. അവനാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഐസും വെള്ളം കൊണ്ടൊക്കെ വായൊക്കെ കഴുകിയതിന് ശേഷം അവനൊക്കെയാണ്, അവൻ ഡബിൾ ഓക്കെയാണ്, അവന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ചാന്തു ഈ ഒരു സാധനം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ് തിന്നിട്ടുള്ളത്. ഇവരെ നമ്മൾ നേരെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയിട്ട് ബില്ലിംഗ് സെക്ഷനിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതെ ഇയാള് പെയിന്റിന്റെ ഇത്തിരി എടുത്ത് വിഴുങ്ങിയിട്ടുണ്ട്. അപ്പൊ അയ്യോ എന്നൊരു കാര്യം ചെയ്യ്, കാഷ്വാലിറ്റി വേഗം കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഇവൻ അവരോട് ഹായ് എന്റെ പൊന്നൊക്കെ മൂക്കി കൂടെ ഇട്ടിട്ട് നല്ല കരച്ചിലായിരുന്നടാ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഡീല് ഇങ്ങനെ ഒരു 8ന്റെ പണി. സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, എനിക്കൊരു പ്രൊമോഷൻ്റെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ ചാന്തോണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഇവനിവിടെ ഇല്ല, അച്ഛനും ഇല്ല. ഇവനത് അങ്ങോട്ടുമ്പോൾ ഇരുത്തിയിട്ട് എപ്പോഴത്തേയും പോലെ പാട്ട് കണ്ടിരിക്കണേ. കുറെ കഴിഞ്ഞപ്പോൾ ഇവന് ഈ കയ്യിൽ ഈ സാധനവും പിടിച്ചിട്ട് പെട്ടെന്നിങ്ങനെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം തിന്നു എന്ന് മനസ്സിലായി. ഇതുണ്ടല്ല, ഇതായിരുന്നു സാധനം. അപ്പൊ ചുണ്ടത്തുണ്ട്, പക്ഷെ ആ ചുണ്ടത്ത് ഉണ്ടായ പോർഷനില് വെള്ള കളറായിട്ടിരിക്കുന്നത്. അത് കേട്ട് പിന്നെ ഒരു പെടക്കൽ പടച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നീറുണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാന്ത് അപ്പൊ തന്നെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു. ഇതിന് പിന്നെ എഴുതിയിട്ടുണ്ട്, ഇത് കുട്ടികളുടെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കേണ്ട ഒരു സാധനം. അതായത് ഇത് നമുക്ക് പോകുന്ന വഴി മൊത്തം ഇതിങ്ങനെ വെന്ത് പോകും. അത്രയും ഡോസ് ഉള്ള ഒരു സാധനം. ഇത് പെയിന്റില് പുട്ടിയടിക്കുമ്പോ എങ്ങാണ്ട് മിക്സ് ചെയ്യുന്ന ഒരു സാധനം. ഭയങ്കര ഡേഞ്ചറായ സാധനം, അകത്തേക്ക് ചെല്ലണം. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചില്ല, ഞാൻ അപ്പൊ തന്നെ സഞ്ജുവിനെ വിളിച്ചപ്പോള് സഞ്ജു ഇവിടെ എടുത്തായിരുന്നു പണി. അവൻ ഓടി വന്നു. ഇവിടെ അടുത്തുള്ളൊരു അവിടേക്ക് കൊണ്ടുപോയപ്പോള് അവിടെ പറഞ്ഞു വയറെന്തായാലും ഒന്ന് കഴുകി നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ കൊടുങ്ങല്ലൂർ കിട്ടും. കൊടുങ്ങല്ലൂർ ഏട്ടനും നിഖിലും കൂടെ നമ്മളെ വഴിക്ക് ഇങ്ങോട്ട് വരുന്ന എവിടെ നിന്ന് ഞങ്ങളെ കാണണം അവിടെ പിക്ക് ചെയ്യാൻ വെച്ചിട്ട്. എവിടെ വെച്ചിട്ടാണ് നമ്മളെ കിട്ടിയത്? ഫിഷറീസിൽ വെച്ചിട്ട്. ഫിഷറീസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കിട്ടി. നേരെ ചെന്നു. ഡോക്ടർ പറഞ്ഞു ഈ ഒരു സൈഡില് ഇവിടെ നിന്ന് ആദ്യം എടുത്തു നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു തരി കിട്ടി. പിന്നെ ട്യൂബ് വയറ്റിക്ക് അങ്ങോട്ട് ഇട്ടപ്പോള് മൂക്കി കൂടി ഇട്ടത്. അപ്പൊ ഇവന് ചുമ ഉണ്ടല്ലോ, അപ്പൊ നല്ലോണം കഫം വരുന്നുണ്ടായിരുന്നു. അതിന് ട്യൂബ് ഒന്നും കൂടെ ഇറക്കിയപ്പോള് ഇതിന്റെ ഒരു ആദ്യം ചെറിയ കട്ടായിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു ഷെയ്ഡ് വരാൻ തുടങ്ങി. പക്ഷെ ഞങ്ങള് അത് കണ്ടൊക്കെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞത്. കാരണം ഈ ട്യൂബിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അറിയില്ലല്ലോ. അച്ഛനെങ്ങനെ ഈശ്വര ആ സാധനം
അപ്പത്തെ കിളി പോയി. ദൈവമേ എത്ര ഡേഞ്ചറാണ്. അപ്പച്ചൻ പറഞ്ഞത് ഇത്തിരി ഉള്ളൂ, ഇതങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഓക്സിഡൈസർ കണ്ടപ്പോ തന്നെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ. ഓക്സിഡൈസർ സീനാണ്. ഞാൻ അത് കേട്ടപ്പോ എന്റെ കിളി ഇതുണ്ടല്ലോ, ഇതൊക്കെ ശ്വസിക്കാൻ കൂടെ പറ്റില്ല. അത് അത്രയും ഭയങ്കര ഒരു തിന്ന്. കാശിലൊരു സംഭവം വെച്ചാലേ, കാശി എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാം അത് എടുത്തിട്ട് ക്രീം എടുക്കും. ക്രീം എടുത്തിട്ട് എന്താ ചെയ്യുക ഇവിടെ പറ്റാം. അപ്പൊ വേണമെങ്കിൽ ചിലപ്പോ ഇത് കണ്ടിട്ട് ഒരു പേസ്റ്റ് ആയിട്ട് തോന്നിട്ടുണ്ടാവും. ഇവിടെ വെച്ചിട്ട് കളർഫുൾ പേസ്റ്റ് ഇടാം. നീല പേസ്റ്റ് ഉണ്ട്, ചോപ്പ പേസ്റ്റ് ഉണ്ട്, ഓറഞ്ച് പേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് പേസ്റ്റ് ആന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പിന്റെ സാധനം വെച്ചിട്ടുണ്ടാവും. ഇത് എടുത്തിട്ട് ചുണ്ടത്ത് തേച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു നാക്കമ മുട്ടിച്ചിട്ടുണ്ടാവും. എന്റെ പൊന്നെ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് മണ്ണെണ്ണ, പെട്രോള്, ആ സാധനങ്ങള്, മരുന്ന്, കർപ്പൂരം, ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, വയറ് നന്നായിട്ട് കഴുകി നല്ല കരച്ചിലായിരുന്നു. പിന്നെ അവൻ സഹകരിച്ചു, നല്ല കുട്ടിയായിട്ട് സഹകരിച്ചു. അവിടെ ചെന്ന് വയറ് കഴുകി കഴിഞ്ഞപ്പോഴാണ് എന്റെ ശ്വാസം എന്തെങ്ങനെ എന്റെ മോനത് പറ്റണേ, ശ്വാസം നിലത്തേക്ക്. ഇവിടുന്ന് ഞാൻ പിന്നെ ഈ കൂടെ ഉള്ള ഈ മണ്ടനാണെങ്കിൽ ഭൂലോകം എടുത്തുറഞ്ഞിടവേ. ഇവനെന്റെ കാശി കാശി എന്തെങ്കിലും കാപ്പകടം സഞ്ജുവിന് ഒട്ടും ധൈര്യമില്ലാത്ത ആളാ. ഇവിടെ എത്തിയപ്പോ പറഞ്ഞു ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല, വേഗം വേറെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ തന്നെ എന്റെ കാറ്റ് പോയിക്ക. കൂടെ ഏട്ടനും ഇല്ല. എനിക്കൊന്നും അത് ഇങ്ങനത്തെ കണ്ടീഷനൊന്നും ഒറ്റയ്ക്കില്ല. ഇഞ്ചക്ഷൻ കുത്തുമ്പോഴായാലും ഞാൻ നിക്കില്ല, ഏട്ടനാ നിക്കാറ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വളരെ വണ്ടർഫുൾ ആയിരുന്നു. ഇപ്പൊ എന്റെ മോള് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് വിളിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ പരീക്ഷ എളുപ്പമുണ്ടായെന്നൊക്കെ പറഞ്ഞപ്പോ ട്യൂഷന് ഇരിക്കുകയാണ്. ഞാനേ ഒന്ന് കിടക്കട്ടെ, തല പൊള്ളീന്ന് എനിക്ക് ടെൻഷൻ എടുത്തിട്ട്. ഇനി നമ്മ ശ്രദ്ധിക്കും അല്ല ചന്തു, ഇനി 10 കണ്ട അവന്റെ മേത്തുണ്ടാവും നമ്മളുടെ. എനിക്ക് പിന്നെ ഭയങ്കര തലവേദനയായിരുന്നു. ഒരുപാട് സ്ട്രെയിൻ ഞാൻ ചെയ്തുകൊണ്ടായിരിക്കണം, ടെൻഷൻ അടിച്ചുകൊണ്ടായിരിക്കണം, ഭയങ്കര തലപൊളിച്ചിലായിരുന്നു. പക്ഷെ എനിക്ക് ഇവനെ അവിടെ സാധാരണ ഇവിടെ ഇരുത്തിക്കാൻ കെടുക്കണ പോലെ എനിക്ക് കെടുക്കാൻ ടെൻഷൻ. ഇനി ഇവൻ ഇത് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നോ. സാധാരണ അച്ഛനതൊക്കെ അടച്ച് പ്രസ് ചെയ്ത് എടുത്ത് വെക്കുന്നതാണ്. ഇതൊന്നും ഇവന് എത്തുന്ന സ്ഥലത്ത് അച്ഛൻ വെക്കില്ല. കാരണം ഈ ഡോറുണ്ടല്ലോ, മേശയുടെ അടുത്ത ഡോർ ഭയങ്കര ടൈറ്റായിട്ട് അടച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്, എടുക്കില്ല. പക്ഷെ ഇവനിത് കഷ്ടപ്പെട്ട് തുറന്ന്, നമ്മളാണെങ്കിൽ ചിന്തിക്കുന്നില്ലല്ലോ. ഞങ്ങളിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ ഒരു ചെറിയൊരു നിമിഷത്തെ അബദ്ധം മൂലം എന്താ പറയുക, നമ്മൾക്ക് ഒരുപാട് കേട്ടിട്ടില്ലേ, അമ്മമാരൊന്ന് അങ്ങോട്ട് തിരിഞ്ഞുള്ളൂ, അപ്പോഴത്തേനും കുട്ടികളുണ്ടാക്കി അവർ ഓരോന്ന് ചെയ്യുന്നതൊക്കെ. പക്ഷെ നമുക്ക് എന്ത് വന്നാലും നമ്മുടെ നോക്കുന്ന അമ്മമാർക്ക് ആ ഒരു ഇതുണ്ട്. എന്നെ ആരും കുറ്റമൊന്നും പറഞ്ഞില്ല, കാരണം കാശുകുട്ടിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ആരും കുറ്റപ്പെടുത്തിയൊന്നുമില്ല. എങ്കിലും പൊതുവെ നമ്മൾ നോക്കുന്ന അമ്മമാർക്കായിരിക്കും ആ ഒരു ഇതുണ്ടാവുക. ഇപ്പോൾ കാശിക്കുട്ടനാണെങ്കിൽ അവനെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഗൈസ്. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഉണ്ടായില്ല, വയറ് കഴുകിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഈ കാർട്ടൂൺ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ വന്നിട്ട് പിന്നെ അവൻ ഇവിടെ ടോയ്സൊക്കെ ഇട്ട് അലങ്കോലാക്കിയിട്ട്, ഞാനാണെങ്കിൽ ഇവനെ ടച്ച് ചെയ്ത് കിടക്കുകയാണ്. അതായത് ഇനി കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട്. ഇനി എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും ഞാൻ. ഓൾറെഡി ഇവർ അങ്ങനെയാണ്. അപ്പം ചാന്തു സഞ്ജുവും കൂടെ ചാന്തുവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അവനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ടൈം പീരീഡിൽ പാറു എക്സാം കഴിഞ്ഞ് 12:30 വരും. ആ ഒരു സമയത്തൊന്നും എനിക്ക് പാറുവിനെ വിളിക്കാൻ പറ്റിയില്ല. നമ്മളൊരു 11:30 തൊട്ടിട്ട് ഒരു 4:30 വരെ ഫുൾ ടൈം നമ്മൾ ഹോസ്പിറ്റൽ അങ്ങനെയായിരുന്നു. ഫുൾ ടൈം ഹോസ്പിറ്റൽ ആ ഒരു സമയത്ത് അവിടെയായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അമ്മനോട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന നേരത്താണ് സിജിയമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞത്. കാരണം അമ്മയ്ക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യം. ടെൻഷൻ അടിച്ച് അമ്മ മരിക്കും, ശരിക്കും അമ്മ മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ അമ്മേനോട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞത് കേട്ടോ. വെള്ളപ്പം ചോറ് തിന്നണ്ട. അപ്പൊ പാർമോള് പഠിച്ച് പഠിച്ച് വട്ടായ നിനക്ക്? പഠിച്ചു കഴിഞ്ഞ ഫിനിഷായ?
പഠിച്ച് ഫിനിഷ് ആയടാ? ഹിന്ദി എങ്ങനെ ഉണ്ടായിരുന്നു? ഹിന്ദി കിട്ടിയല്ലാതും? ആ എന്തേ എന്തേ അമ്മ ആരുട്ടാ ഫോണൊന്ന് മാറ്റിക്കടാ. അമ്മോനെ ഇഷ്ടാണോ ട്യൂഷന് പോവാൻ? പിന്നെ പാറുമോളോടൊക്കെ സംസാരിച്ചിരുന്നു. നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ദിവസം ഇങ്ങനൊരു വലിയ സംഭവം ഉണ്ടാകുമെന്നൊന്നും നമ്മൾ വിചാരിക്കണില്ല. എന്താ ദൈവങ്ങളുടെ ഒക്കെ ഒരു കുരുത്തം കൊണ്ടാണ് നമ്മൾ എന്താ പറയുക നമുക്കൊരു കുഴപ്പമില്ലാണ്ട് ഇതാക്കണത്. നമ്മൾ മക്കളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു നിമിഷം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുഞ്ഞുമക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും അറിയില്ല എന്താണ് നല്ലത് എന്താണ് നല്ലതെന്നൊക്കെ. അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ ഭാഗത്തുള്ളൊരു അശ്രദ്ധയായതുകൊണ്ടാണ് അവൻ ആ സാധനം എടുത്ത് ചെയ്തത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എന്ത് പറ്റിയില്ല, നമ്മുടെ മോനൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്ഥിരം കേസാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കർപ്പൂരമൊന്നും കുട്ടികളെടുത്ത് കൊടുക്കരുത് കേട്ടോ. കർപ്പൂരമൊക്കെ വെരി ഡേഞ്ചർ എന്നാണ് പറയുന്നത്. പെട്രോളിൻ്റെ ഒക്കെ ഒരു എഫക്റ്റാണ് കർപ്പൂരമൊക്കെ തിന്നാൽ ഉണ്ടാവുക. അപ്പം ഇതൊക്കെ കുട്ടികളെടുത്ത് നിന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയും എൻ്റെ ലൈഫിൽ ഇതുപോലൊരു സാഹചര്യം ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത്രയും ടെൻഷൻ അടിച്ച് മരിച്ചിട്ടില്ല ഞാൻ. അങ്ങനെയുള്ള ദിവസമായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒന്നും പറ്റിയില്ല. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പണിക്കാട്ടിക്ക് പോവും. പാറുമോൾ അവിടെ വെരി ഹാപ്പിയാണ്, ഒരു പ്രശ്നവുമില്ല. ഞാനിവിടെ ഓക്കെയാണ് കേട്ടോ. അവിടെ ജസ്റ്റ് ചെറിയൊരു മിസ്സിങ് എന്നല്ലാതെ എനിക്ക് മോളെ കാണണം, മോൾക്ക് വേണ്ടി വിഷമിച്ചിരിക്കുന്ന ഒരു വൈബൊക്കെ പോയി. കാരണം അവളവിടെ എന്നെ പറ്റി ഒരു കുഴപ്പമില്ല, അത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെയ്ക്കും ടാറ്റ ബൈ, സീ യു.